കമ്മീഷന്റെ ഔദ്യോഗിക കത്തിൽ ബിജെപിയുടെ സീൽ കണ്ടെത്തി. നമസ്കാരം, ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ ബിജെപിയുടെ സീൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിനു പകരമാണ് ബിജെപിയുടെ സീൽ പതിപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ക്രിമിനൽ പശ്ചാത്തലം, അതിന്റെ വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പതിവ് ചോദ്യങ്ങൾ സംബന്ധിച്ച അഫിഡവിറ്റിലാണ് ബിജെപിയുടെ സീൽ പതിപ്പിച്ചിരിക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരമാണ് ബിജെപി കേരള ഘടകത്തിന്റെ സീൽ നൽകിയത്. 2016 നേമത്ത് ബിജെപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും ആ അക്കൗണ്ട് പൂട്ടിച്ചത് LDF എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റൊരു കോൺഗ്രസ് നേതാവിന് ജയിക്കാനുണ്ടാക്കിയ ഡീലിൽ കോൺഗ്രസ് വോട്ടിന് ഇടിവുണ്ടായെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും കോലീബി സഖ്യം ഓർമ്മയുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. RSSും കോൺഗ്രസും പരസ്പരം പിന്തുണച്ച സന്ദർഭമാണുണ്ടായിരുന്നത്. ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കൂട്ടുകെട്ട് പൊളിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് കോൺഗ്രസിൽ മതിയായ ചർച്ച നടന്നില്ലെന്നും താൻ ഉൾപ്പെടെയുള്ളവർക്ക് അഭിപ്രായം പറയാൻ അവസരം ലഭിച്ചില്ലെന്നും കെ സുധാകരൻ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചതും ആവശ്യമായ ചർച്ചയില്ലാതെയാണ്. മതിയായ ചർച്ചകൾ മുൻപ് നടന്നിരുന്നുവെങ്കിൽ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിലെ ജയസാധ്യത കണക്കിലെടുത്ത് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് മാത്രമാണ് താൻ വിചാരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. 1126 പത്രികകളാണ് ഇതുവരെ സമർപ്പിച്ചത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യാഴാഴ്ച അറിയാൻ കഴിയും. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം. വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയ ഉത്തരവിന് സ്റ്റേ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. തന്നെ അയോഗ്യനാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ സമർപ്പിച്ച ഹർജിയിൽ ഇന്നാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷം ആശങ്കാജനകമെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു നീക്കം പ്രതിസന്ധിയിലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു. ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയിലും ജനങ്ങളിലും യുദ്ധം ബാധിക്കുന്നു. ലോക സാമ്പത്തിക രംഗത്തിന് ഇത് വെല്ലുവിളികൾ ഉയർത്തുന്നു. ഇന്ത്യക്കും അപ്രതീക്ഷിത വെല്ലുവിളികൾ ഉയരുന്നു. 1 കോടി ഇന്ത്യക്കാർ ഈ മേഖലയിലുണ്ടെന്നും മോദി പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പുതുച്ചേരിയിൽ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം. തമിഴ്നാട്ടിൽ സഖ്യ ചർച്ചകൾക്കും സ്ഥാനാർത്ഥി നിർണയവും പുരോഗമിക്കുന്നതിനിടെയാണ് അയൽ സംസ്ഥാനമായ പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലും തനിച്ച് മത്സരിക്കുമെന്ന നിർണായക പ്രഖ്യാപനം TVK നടത്തിയത്. ഇതോടെ പുതുച്ചേരിയിൽ ശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ 5 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. USഉം ഇറാനുമായി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഫലപ്രദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചർച്ചകളുടെ ഫലമായി ഇറാനിലെ ഊർജ്ജ സംരക്ഷണ പ്ലാന്റുകൾക്കും മറ്റും നടത്തിയ എല്ലാ സൈനിക നടപടികളും 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ട്രംപ് കുറിച്ചു. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി മറികടക്കാൻ സിലിണ്ടറുകളിലെ LPG അളവ് കുറയ്ക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആലോചിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ യുദ്ധസമാനമായ സാഹചര്യത്തെ തുടർന്ന് വിതരണം തടസ്സപ്പെട്ടതോടെയാണ് പുതിയ നീക്കം. നിലവിലുള്ള 14.2 കിലോ സിലിണ്ടറുകളിൽ 10 കിലോ ഗ്യാസ് നിറച്ച് വിതരണം ചെയ്യാനാണ് പദ്ധതി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.